ഗൈസ്, മാജിൻ ബൂ തിരിച്ചു വന്നിരിക്കുകയാണ്. ഈ മാജിൻ ബൂ ആരാണെന്ന് നിങ്ങൾക്ക് അറിയില്ല എങ്കിൽ യുവർ ചൈൽഡ്ഹുഡ് വാസ് നോട്ട് ഓസം. ബട്ട് ഡോണ്ട് വെറി, ഇത് ഡ്രാഗൺ ബോൾ സീലുള്ള ആ മാജിൻ ബൂ അല്ല, മറിച്ച് ഐഫോൺ 17 Pro Maxന്റെ കറക്റ്റ് ആയിട്ടുള്ള ഡിസൈൻ ഒരു വർഷം മുന്നേ ലീക്ക് ചെയ്തിട്ട് ഒളിവിൽ പോയ ഒരു ട്വിറ്റർ ലീക്സ്റ്റർ ആണ് ഈ മാജിൻ ബൂ. പുള്ളി വീണ്ടും ഞെട്ടിക്കുന്ന ഒരു ലീക്ക് ആയിട്ടാണ് വന്നിരിക്കുന്നത്. അതാ കണ്ടോ, ഇതാണ് നമ്മുടെ ഐഫോൺ അൾട്ര. ഇത് ഐഫോൺ അൾട്ര ആണോ ഐഫോൺ ഫോൾഡ് ആണോ എന്നുള്ള പേരിൽ ഇതുവരെ കൺഫർമേഷൻ വന്നിട്ടില്ല. എന്നാലും കൃത്യമായിട്ടുള്ള യൂസേഴ്സിന് വരാൻ പോകുന്ന പ്രോട്ടോടൈപ്പിന്റെ ഫൈനൽ മോഡലിന്റെ ഇമേജ് ലീക്കായി എന്നുള്ള കാര്യം മാത്രമാണ് ഇപ്പൊ കാണുന്നത്. ആൻഡ് ഈ ഇമേജ് മാത്രമല്ല, വേറൊരാള് ഇതിന്റെ ഒറിജിനൽ ഹാൻഡ്സ് ഓൺ വീഡിയോ വരെയും ലീക്ക് ചെയ്തിട്ടുണ്ട്. ഇത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന വെച്ചാൽ ഒരു ബുക്ക് സ്റ്റൈല് 7.8 ഇഞ്ചിന്റെ ഒരു രൂപത്തിലാണ് നമ്മുടെ ഐഫോൺ ഫോൾഡ് വരുന്നത്. ഓലഡ് ഡിസ്പ്ലേ ആണ്. ഓപ്പോയിന്റ് റീസെന്റ് ആയിട്ട് വന്ന ഫോൾഡബിളിൽ എത്ര മടക്കി കഴിഞ്ഞാലും ക്രീസ് വരില്ല എന്ന് പറഞ്ഞ് സാംസങ്ങിനെ കളിയാക്കി ഒരു വീഡിയോ ഇട്ടിരുന്നല്ലോ. ആ വീഡിയോ അല്ല, ലോഞ്ച്മെന്റിലായിരുന്നു പബ്ലിക്കായിട്ട് തൊലി ഉരിച്ചത്. എന്തായാലും അതേപോലെയുള്ള ക്രീസ് ഇല്ലാത്ത ഡിസ്പ്ലേ ആയിരിക്കും. ഫോൾഡ് 7 പോലെയോ ഓപ്പോന്റെ ഫോൾഡ് പോലെയോ പിക്സൽ ഫോൾഡ് പോലെയോ ഒന്നും അല്ല, എന്നാൽ ഫ്ലിപ്പ് ഫോണുകൾ പോലെയോ അല്ല, ഒരു പുതിയ സ്റ്റൈൽ ഓഫ് ഫോൾഡബിൾ രീതിക്കാണ് വരുന്നത്. ബിക്കോസ് പുറത്ത് ഒരു 5.5 ഇഞ്ചിന്റെ ഓലഡ് ഡിസ്പ്ലേ ആണ്, ഒരു കുട്ടിയായിട്ടുള്ള. മുകളിൽ ഒരു പില്ല് പോലെ കാണുന്നുണ്ട്. ഫേസ് ID ആവാതിരിക്കാം, കാരണം ഡൈനാമിക് ഐഡന്റിന്റെ ഫംഗ്ഷനാലിറ്റി അവിടെ ഉണ്ട്. എന്നാൽ കിട്ടിയേക്കുന്ന വിവരപ്രകാരം ഇതിനകത്ത് ഫേസ് ID ഉണ്ടാവില്ല, മറിച്ച് ടച്ച് ID വീണ്ടും വരികയാണ് എന്നാണ്. ആൻഡ് ഒബ്വിയസ്ലി ദാറ്റ് മേക്ക് സെൻസ്, ബിക്കോസ് അടച്ചിരിക്കുന്ന സമയത്ത് ഫേസ് ID വർക്ക് ചെയ്തു, തുറന്നിരിക്കുന്ന സമയത്ത് ഫോൺ എങ്ങനെ അൺലോക്ക് ചെയ്യും? തുറന്നിരിക്കുന്ന ഫോണിനെ വീണ്ടും അടച്ചിട്ട് ഫേസ് അൺലോക്ക് ചെയ്ത് വീണ്ടും തുറക്കുന്നത്. 2-3 വർഷം മുന്നേ ഉള്ള ആപ്പിൾ ആയിരുന്നെങ്കിൽ അത് ചെയ്തേനെ, ബട്ട് സ്റ്റിൽ ഐ ഡോണ്ട് തിങ്ക് സോ. അതുകൊണ്ട് കുറച്ചുകൂടി കൺവീനിയന്റ് ഐപാഡുകളിൽ കാണുന്നത് പോലെ ടച്ച് ID, ഈ സാധനം ടച്ച് ID. ഹിഞ്ചിനകത്തുള്ള ഫോണിനകത്തുള്ള ഹിഞ്ച് ലിക്വിഡ് മെറ്റൽ ഹിഞ്ച് ആയിരിക്കും. ആൻഡ് ഏറ്റവും ഡ്യൂറബിൾ ആയ മെറ്റൽ ടൈറ്റേനിയം ആണ് എന്നാണ് 2 കൊല്ലം മുന്നേ ഫ്രെയിമിൽ 16 Proയിൽ വെച്ചപ്പോൾ പറഞ്ഞത്. 17 Pro Max എത്തിയ സമയത്ത് വീണ്ടും അലുമിനിയത്തിലേക്ക് വന്നു, ബിക്കോസ് ഓഫ് ഹീറ്റിംഗ് തടയാൻ എന്നൊക്കെ പറഞ്ഞ്. പക്ഷെ ഇപ്പല്ലേ കാര്യം മനസ്സിലായേ, ഐഫോൺ ഫോൾഡിനകത്ത് വരുന്നത് ടൈറ്റേനിയം ഫ്രെയിമാണ്, അതിനോടൊപ്പം സെറാമിക് ഷീൽഡ് 2. അപ്പോൾ ഹീറ്റിംഗ് ഉണ്ടാവുന്നത് വെച്ചാൽ ഇത് ആപ്പിളിൻ്റെ 20ാമത്തെ വർഷമാണ് എന്നുള്ളതുകൊണ്ട് ആപ്പിളിൻ്റെ A20 Pro ചിപ്സെറ്റിലായിരിക്കും വരുന്നത്, അവരുടെ 2 നാനോമീറ്റർ ഫാബ്രിക്കേഷനിൽ. സോ വളരെ എഫിഷ്യൻ്റ് ആയിട്ട് വളരെ ഹീറ്റ് കുറഞ്ഞ പ്രോസസർ ആയിരിക്കും. 12 GB റാം ആൻഡ് അപ് ടു 1 TB സ്റ്റോറേജ് ഓപ്ഷൻ. ഫോൾഡ് ആയതുകൊണ്ട് കുറച്ച് കരുണയും ദാക്ഷിണ്യവും കാണിച്ച് ബാറ്ററി കപ്പാസിറ്റി 5000-ൽ നിന്നും കൂട്ടി. സിം ഉള്ള മോഡലുകൾ 5400, സിം ഇല്ലാത്ത ഈ സിം ഓൺലി മോഡലുകൾ 5800 mAh ബാറ്ററി ആയിരിക്കുമെന്നും. ചില റൂമറുകൾ പ്രകാരം സിം മൊത്തത്തോടു കൂടി മാറ്റി ഐഫോൺ എയർ പോലെ ടോട്ടലി ഈ സിം ഓൺലി വേരിയന്റ് ആക്കി മാറ്റും എന്നും പറയുന്നു. എന്തായാലും 48 മെഗാ പിക്സലിന്റെ മെയിൻ ക്യാമറയും 48 മെഗാ പിക്സലിന്റെ അൾട്രാ വൈഡ് ക്യാമറയും ആയിരിക്കും ഉള്ളത്. ആൻഡ് ഫ്രണ്ടിൽ സെൻട്രൽ സ്റ്റേജ് ഉള്ള ഒരു 18 മെഗാ പിക്സൽ ഹോൾ പഞ്ച് ക്യാമറ ആയിരിക്കും. പക്ഷെ ആപ്പിൾ ഹോൾ പഞ്ച് ക്യാമറയായിട്ട് ഇറക്കുമെന്ന് അറിയില്ല, കാരണം ഫോട്ടോസിലെല്ലാം ഒരു ഡൈനാമിക് ഐലൻഡ് കുഞ്ഞ് ഫേസ് ID പോലെയാണ് കാണിക്കുന്നത്. അത് എന്താണെന്ന് പിടികിട്ടിയിട്ടില്ല. ബട്ട് സ്റ്റിൽ ഇന്നർ ഡിസ്പ്ലേയിൽ സെപ്റ്റംബർ 2026 ഐഫോൺ 18 സീരീസിൻ്റെ ലോഞ്ച് ഇത്തവണ നടക്കൂല, മറിച്ച് ഐഫോൺ 18 സീരീസിലെ ഐഫോൺ 18 Pro, ഐഫോൺ 18 Pro Max മാത്രമേ ലോഞ്ച് ആവുള്ളൂ. ആൻഡ് ഐഫോൺ 8 ഇറങ്ങിയ സമയത്ത് അതിൻ്റെ കൂടെ ഐഫോൺ 10 ഇറങ്ങിയത് ഓർമ്മയുണ്ടോ? അതേപോലെ 18 Pro Maxൻ്റെ കൂടെ നൈസായിട്ട് ഐഫോൺ അൾട്ര. അപ്പോൾ ഐഫോൺ 18 എവിടെയെന്ന് ചോദിച്ചാൽ അത് 2027 ഇനി വരുള്ളൂ, കാരണം വർഷങ്ങളായിട്ട് പറഞ്ഞ കാര്യങ്ങളെല്ലാം ഫൈനലി 17-ലാണല്ലോ വന്നത്. ഇനി 18-ൽ എന്തിറക്കും? സോ 18 അടുത്ത കൊല്ലം ഐഫോൺ 18e ഒപ്പമാണ് ഇനി ഐഫോൺ 18e. 18e-നെക്കാളും 18 എന്ത് അടിപൊളിയാണ് എന്നുള്ള രീതിക്കായിരിക്കും വരുന്നത്. ആൻഡ് ഈ ഫോൾഡിൻ്റെ പ്രൈസ് നിസ്സാരം $2000 മാത്രമാണ്. ഇപ്പോൾ ഡോളറിൻ്റെ കൺവേർഷൻ എളുപ്പമായല്ലോ. പണ്ടൊക്കെ ഡോളർ നമ്മൾ കൺവേർട്ട് ചെയ്യാൻ പാടുപെടും. ഇപ്പോൾ $1 എന്ന് പറയുന്നത് 100 രൂപയായി മാറിയതുകൊണ്ട് $2000 എന്ന് പറഞ്ഞാൽ 2 ലക്ഷം രൂപയായിട്ട് കൂട്ടാം. അതിൻ്റെ മേലിൽ ടാക്സും കാര്യങ്ങളൊക്കെ ചാമ്പിക്കഴിഞ്ഞാൽ ഒരു 2.25 ലക്ഷം രൂപയുടെ ഫോണായിട്ട് കൂട്ടാം, ബേസ് വേരിയൻറ്റ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഐഫോൺ ഫോൾഡ്. ആൻഡ് ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. അൺടിൽ നെക്സ്റ്റ് ടൈം, ബൈ.